كنوز الورى. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله السميع العليم من الشيطان الرجيم. أياما معدودات فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകൻ്റെയും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ എന്നും നിലനിർത്തുവാൻ അള്ളാഹു തൗഫീക്ക് നൽകിയ അവൻ്റെ ഇഷ്ടപ്പെട്ട അടിയാത്തികളുടെ കൂട്ടത്തിൽ ഒരുവരായി നമ്മളിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്. നമ്മുടെ നമസ്കാരത്തിൽ സഫ് നിൽക്കുന്നതിൽ ഒരുപാട് അപാകതകൾ നമ്മുടെ സഹോദരങ്ങൾക്കിടയിൽ സംഭവിക്കുന്നുണ്ട്. കാലൊന്ന് മുട്ടിച്ച് വെക്കുക, തോളൊന്ന് ചേർത്ത് വെക്കുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ വസലഹു സഫൻ വസലഹുല്ലാഹ്, മൻ ഖതഅഹു സഫൻ ഖതഅഹുല്ലാഹ്. ആരാണോ സഫ് ചേർത്ത് വെച്ചവൻ അവൻ അള്ളാഹുമായി കൊണ്ടുള്ള ബന്ധം ചേർത്തു. ആരാണോ സഫിൽ നിന്ന് കാല് അകത്തി വെച്ചവൻ അവൻ അള്ളാഹുമായി കൊണ്ടുള്ള ബന്ധം മുറിച്ചു എന്നാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് സഫ് നിൽക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സഫ് മുറിഞ്ഞു പോയാൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിൽ അകന്നു പോകും എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഹൃദയങ്ങളെ തമ്മിൽ കൂട്ടിയിണക്കുന്ന വലിയൊരു കർമ്മത്തിലാണ് നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ മനസ്സിലാക്കേണ്ട വേറൊരു വിഷയം എന്താന്ന് വെച്ചാൽ, നമ്മൾ തറാവിക്ക് എന്ന് പറഞ്ഞാൽ ഇശാ തറാവിക്കോട് കൂട്ടിയാൽ 1 മണിക്കൂറേ വരുന്നുള്ളൂ. അതല്ലാത്ത നമസ്കാരങ്ങൾ ഏറി വന്നാൽ 10 മിനിറ്റ്, അതിനപ്പുറം ഒന്നും പോകൂല. ഈ 10 മിനിറ്റ് സമയത്തിൽ നമുക്ക് പരസ്പരം ഒന്ന് ചേർന്ന് നിൽക്കാനുള്ള മനസ്സ് നമുക്കില്ലെങ്കിൽ ജീവിതത്തിൽ 24 മണിക്കൂറും 360 കാലവും ജീവിതകാലം മുഴുവനും എങ്ങനെയാണ് നമ്മൾ പരസ്പരം പൊരുത്തപ്പെട്ടു പോവുക എന്നൊന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, കാലുകളൊക്കെ ഒന്ന് ചേർത്ത് അടുപ്പിച്ച് വെച്ച് നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാനത് പറയുന്നില്ല, ഞാൻ വിഷയത്തിലേക്ക് വരുന്നു. ഞാൻ നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ച ആയത്ത് സൂറത്തുൽ ബഖറയിലെ 184-ാമത്തെ ഒരായത്താണ്. നോമ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്, 2 കാര്യങ്ങളാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് പ്രധാനമായും. അയ്യാമം മഅദൂദാത്ത്, നോമ്പ് എന്ന് പറഞ്ഞാൽ എണ്ണപ്പെട്ട ദിവസങ്ങളാണ് ഉള്ളത്. ഫമൻ കാന മിൻകും മരീള, ഈ നോമ്പിന്റെ മാസത്തിൽ നിങ്ങളിൽ ആരെങ്കിലും നോമ്പ് നോൽക്കാൻ കഴിയാത്ത വിധത്തിലുള്ള രോഗികളാണെങ്കിൽ, ഔ അലാ സഫരിൻ, അല്ലെങ്കിൽ നോമ്പ് നോൽക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ക്ലേശകരമായ ഒരു യാത്രക്കാരനാണ് എങ്കിൽ മറ്റു ദിവസങ്ങളിൽ നിങ്ങൾ അതിന്റെ എണ്ണം പൂർത്തീകരിക്കണം, നോറ്റുവീട്ടണം എന്നർത്ഥം. ഇനി നിങ്ങൾക്ക് മറ്റുള്ള സമയങ്ങളിൽ നോറ്റ് വീട്ടാൻ കഴിയാത്ത വിധത്തിലുള്ള രോഗികളാണെങ്കിൽ, യാത്രക്കാരല്ല, രോഗികളാണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ മതി? നിങ്ങൾ ഒരു മിസ്കീന് 1 നേരത്തെ ഭക്ഷണം കൊടുത്താൽ മതി. ഫമൻ തതവ്വഅ ഖൈറൻ,
ഇനി ആരെങ്കിലും ഒരു നന്മ സ്വന്തമായി ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിലോ, ഏതാ ഈ സ്വന്തമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നന്മ? അത് അവന് ഉത്തമമാണ്. നിങ്ങൾ നോമ്പെടുക്കലാണത്. അപ്പൊ അതുകൊണ്ട് ഒരു ഇളവുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഇളവിനെ മുറുകെ പിടിച്ചുകൊണ്ട് എടുക്കാൻ കഴിയുന്ന, നിർവഹിക്കാൻ കഴിയുന്ന ഒരു ഖൈറിനെ നിങ്ങൾ പാഴാക്കി കളയരുത് കേട്ടോ എന്നാണ് അള്ളാഹ് പറയുന്നത്. ഖൈറുലക്കും ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ, വിവരമുള്ളവരാണെങ്കിൽ അതാണ് ചെയ്യേണ്ടത് എന്നർത്ഥം. അപ്പൊ നമുക്ക് യാത്രക്കാരനാണെങ്കിലും നോമ്പ് നോൽക്കാൻ പറ്റാത്ത രോഗിയാണെങ്കിലും പിന്നീട് നമുക്ക് നോറ്റുവീട്ടാൻ കഴിയുമെങ്കിൽ അതാണ് ഉത്തമം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്ത് വേണ്ട? ഫിദിയ കൊടുക്കേണ്ട. ഇനി നോറ്റുവീട്ടാൻ കഴിയാത്ത വിധത്തിലുള്ള രോഗിയാണ് എങ്കിൽ അയാൾക്ക് ഇളവുണ്ട്, ഒരു നേരത്തെ ഭക്ഷണം മിസ്കീന് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ആയത്തിൽ പറയുന്നതായ നോമ്പ് ഒഴിവാക്കാൻ നമുക്ക് അനുവദിക്കുന്നതായ രണ്ട് കാര്യങ്ങൾ, ഒന്ന് രോഗം, രണ്ട് യാത്ര എന്നുള്ളതാണ്. ഇതില് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് രോഗത്തെ സംബന്ധിച്ചിട്ടാണ്. ഈ രോഗത്തിന്റെ പരിധിയിൽ വരുന്നത് ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്ന്, ഗർഭിണികളായ സഹോദരിമാര്. എല്ലാ ഗർഭിണികളും ഏർപ്പെടില്ല കേട്ടോ. ആരോഗ്യമുള്ള പെണ്ണുങ്ങൾ ഉണ്ടാവും, അവർക്ക് നോമ്പ് നോൽക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നാണെങ്കിൽ ഡോക്ടർമാർ തന്നെ പറയുമല്ലോ, നിങ്ങൾക്ക് നോമ്പ് നോൽക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അവർ ഗർഭിണിയാണ് എന്നുള്ള ഇളം കൊണ്ട് അവരെ വിട്ടുവീഴ്ചയില്ല എന്നർത്ഥം, അവൾക്ക് നോമ്പെടുക്കാം. നേരെ മറിച്ച് അവൾ നോമ്പെടുക്കുന്നത് കൊണ്ട് കുട്ടിക്ക് ദോഷം സംഭവിക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് എങ്കിൽ അവൾക്ക് ഇളവുണ്ട്. അവൾ പിന്നീടുള്ള ദിവസങ്ങളിൽ അത് നോറ്റ് വീട്ടിയാൽ മതി. ഇനി പാൽകുടി പ്രായത്തിലുള്ള കുട്ടികൾ ഇവിടെയും ശ്രദ്ധിക്കണം. പാലുകുടി പറഞ്ഞാൽ ഇസ്ലാം കൽപ്പിക്കുന്നത് 2 വർഷമാണ്. ഈ 2 വർഷം പാല് മാത്രമല്ല കുട്ടി കഴിക്കുന്നത്. ഒരു 5-6 മാസം കഴിഞ്ഞാൽ കുട്ടി ഭക്ഷണം കഴിക്കാൻ തുടങ്ങും. സാധാരണ നോർമൽ ലെവലുള്ള ചെറിയ ഭക്ഷണങ്ങൾ ആ കുട്ടി കഴിക്കാൻ തുടങ്ങിയാൽ ആ ഉമ്മാക്കെന്തില്ല, പിന്നെ ഈ നിയമം ബാധകമല്ല. ആ ഉമ്മ നോമ്പെടുക്കണം എന്നർത്ഥം, നോമ്പെടുത്ത് വീട്ടണം. അപ്പൊ സത്യത്തിൽ ഒരു ഉമ്മാക്ക് 1 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ നഷ്ടപ്പെട്ടു പോയ നോമ്പെടുത്ത് വീട്ടാൻ അവസരങ്ങൾ ഉണ്ട് എന്നർത്ഥം. അതൊക്കെ നമ്മുടെ മനസ്സാക്ഷിക്ക് വിട്ടുതരികയാണ്. അതിന്റെ പുറകെ പിടിച്ചുകൊണ്ട് 1 വർഷം മുഴുവൻ നോമ്പെടുക്കാത്ത സഹോദരിമാരുണ്ട്. അടുത്ത വർഷം വരുമ്പോഴേക്കും പിന്നെയും നോമ്പെടുക്കാത്തൊരവസ്ഥ. അപ്പൊ ഇങ്ങനെ 2 വർഷം കുട്ടിക്ക് പാൽ കൊടുക്കുക, 2 വർഷം നോമ്പെടുക്കാതിരിക്കുക എന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് കുട്ടി ഭക്ഷണം കഴിച്ചു തുടങ്ങിയാൽ ആ ഉമ്മ നോമ്പെടുക്കണം എന്നുള്ളതാണ്. പിന്നെ ജീവൻ രക്ഷാ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആളുകൾ, ഫയർഫോഴ്സുള്ള ജോലികൾ ഏർപ്പെടുന്ന ആളുകൾ, അവര് വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ആളുകളെ കരകയറ്റാനും മറ്റൊക്കെ ആയിട്ടുള്ള ജോലി തിരക്കിലായിരിക്കും. അപ്പൊ അവർക്ക് എന്തുണ്ടാവും? ഒരു ഇളവുണ്ട്. അത് അവിടെ തിരക്ക് കഴിഞ്ഞാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ അത് പൂർത്തീകരിക്കണം. അവർ ഫിദിയ കൊടുക്കാൻ പാടുള്ളതല്ല എന്നർത്ഥം. ഇനി ഈ രോഗികൾക്ക് എങ്ങനെയാണ് അവർ ഫിദിയ കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പറയുകയാണ്, അന്നഹു കാന ഫിൽ ആമി അല്ലദി മാത ഫീഹി ലം യസ്തതി അൻ യസ്മ റമളാൻ ഫഅതഅമ 30 മിസ്കീനൻ ഖുബ്സൻ വലഹ്മ. ഇബ്നു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു രോഗിയായ, അദ്ദേഹം മരിക്കുന്ന വർഷം നല്ല രോഗിയായിരുന്നു, വാർദ്ധക്യവും എത്തിയിരുന്നു. ആ വർഷത്തിൽ അദ്ദേഹത്തിന് നോമ്പെടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താ ചെയ്തത്? ആ വർഷത്തെ നോമ്പിന് പ്രായശ്ചിത്തമായിക്കൊണ്ട് 1 ദിവസത്തെ നോമ്പിന് ഒരു സാധുവിന് എന്ന നിലയ്ക്ക് ഖുബ്സും ലഹമും, റൊട്ടിയും മാംസവും അദ്ദേഹം കൊടുത്തു എന്നാണ് പറയുന്നത്. മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത് അന്നഹു ലഅഫ അൻ സൗമി ശഹ്രി റമളാൻ വഖബറ അൻഹു. അദ്ദേഹം മരിക്കുന്ന വർഷത്തില് വളരെയധികം പ്രായം ചെന്നിരുന്നു, വളരെ ദുർബലനുമായിരുന്നു. വയറ് നിറയുന്നത് വരെ കൊടുക്കാൻ കുടുംബങ്ങളോട് കൽപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ റമദാന്റെ നോമ്പ് കടമുള്ള ഒരാള്, കഴിഞ്ഞ റമദാന്റെ നോമ്പ് ഇപ്പോൾ വീട്ടാത്ത ആളുകളുണ്ടാവും, പ്രത്യേകിച്ച് സഹോദരിമാര്. അവര് അത് വെച്ചിരുത്താൻ പാടില്ല. അള്ളാഹുമായി കൊണ്ടൊരു കടമാണ് എന്നുള്ളതാ. ഏതായാലും ഇപ്പൊ നമുക്ക് 1 വർഷം കഴിക്കുമോ, ബാക്കി ഉണ്ടെങ്കിൽ കേട്ടോ. പുരുഷന്മാർക്കും പേരും കാരണം രോഗികളായപ്പോ നോമ്പെടുക്കാൻ ബാക്കിയുള്ള പിന്നീട് ചിലപ്പോ അത് സാരില്ല എന്ന് പറഞ്ഞിട്ട് ലാഘവത്തോടു കൂടി കണക്കാക്കുന്ന ആളുകൾ ഉണ്ടാവും. ഒരിക്കലും വരുത്. ഇനി എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള ദിവസങ്ങളിൽ അത് നോറ്റുവീട്ടാൻ തയ്യാറാവുക എന്നുള്ളതാണ്. പിന്നെ ഖുർആൻ അംഗീകരിക്കപ്പെട്ടതായ കാരണങ്ങൾ ഒഴിവാക്കപ്പെടുകയാണെങ്കിൽ
കാരണങ്ങൾ നീങ്ങിയ അതേ വർഷത്തിൽ തന്നെയാണ് കടമുള്ള നോമ്പുകൾ നോറ്റി വീട്ടേണ്ടത് എന്നാണ് സഹീഹായ ഹദീസുകളും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും നമുക്ക് പഠിപ്പിക്കുന്നത്. എന്നാൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന രോഗികൾ ഉണ്ടാവും, ബോധമില്ലാതെ കിടക്കുന്ന രോഗികൾ, അവരുടെ വിധി എന്താണ് എന്നുള്ളതാണ് അവരെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത്. ഇത് ഒരു പണ്ഡിതനല്ലാത്ത മുഴുവൻ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, അൽ മുഹ്മ അലൈഹി ഫി ശഹരി റമളാൻ ലാ യസ്നഉ അഹ്ലഹു ജിഹതുഹു ശൈഅൻ ഹത്താ യതബയ്യന ലഹും ഹാലുഹു വയത്തളിഹു. അദ്ദേഹത്തിന്റെ അവസ്ഥയിൽ മാറ്റം ഉണ്ടാകുന്നത് വരെ കുടുംബക്കാർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ഒരാള് ബോധമില്ലാതെ കിടക്കുകയാണ്, അല്ലെങ്കിൽ ഉള്ളോർമ്മയില്ലാതെ കിടക്കുകയാണ്. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോ അയാൾക്ക് ബോധം തിരിച്ചു കിട്ടുന്നത് വരെ പ്രായശ്ചിത്തം കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ആ അബോധാവസ്ഥയോടുകൂടി മരിക്കുകയാണെങ്കിൽ അവന്റെ കാര്യത്തിൽ കുടുംബക്കാർ ഒന്നും ചെയ്യേണ്ടതില്ല. അപ്പൊ ബോധമില്ലാത്ത അവസ്ഥയിൽ കടക്കുന്നു, ആ അവസ്ഥയിൽ കടന്നതിന് അദ്ദേഹം മരിക്കുകയുമാണ് എങ്കിൽ അതിന്റെ പേര് അയാൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കൊടുക്കേണ്ട, വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. ലാ സിയാമ അനുഭവന ഇത്ആമു മസാകിൻ ലിഅന്നഹു മാത ഖബലഹുൽ അത്തമക്കുനു മിനൽ ഖലാഇ ഫസഖത അൻഹു. നോമ്പ് അവന് നിർബന്ധമാകുന്നതിന് മുമ്പ് അവൻ മരണപ്പെട്ടു പോയിരിക്കുന്നു, അതുകൊണ്ട് എന്തില്ല, അയാൾക്ക് പ്രായശ്ചിത്തം കൊടുക്കേണ്ടതില്ല. ഇത് എല്ലാ കർമ്മശാസ്ത്ര പണ്ഡിതന്റെയും അഭിപ്രായമാണ്. കാരണം അവർക്ക് സ്വന്തം അഭിപ്രായം പറയുകയല്ല കേട്ടോ, ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പറയാണ്, قال في الرجل المريض في رمضان فلا يزال مريضا حتى يموت قال ليس عليه شيء. ഒരാള് രോഗിയായി കടന്നപ്പോൾ അയാളുടെ കാര്യത്തിൽ ഇബ്നു അബ്ബാസിനോട് ഫത്വ ചോദിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് പറഞ്ഞത്, അദ്ദേഹം അബോധാവസ്ഥയിൽ കടന്നുകൊണ്ട് അങ്ങനെ തന്നെ മരണപ്പെട്ടത് കൊണ്ട് അയാളുടെ വിഷയത്തിൽ കുടുംബക്കാർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. ഇനി ആ അബോധാവസ്ഥയിൽ നിന്ന് അയാൾക്ക് ബോധം തെളിഞ്ഞു കിട്ടിയാൽ അത്രയും ദിവസത്തെ നോമ്പ് അയാൾ നോറ്റുവിട്ടാൻ കഴിയുമെങ്കിൽ നോറ്റുവിട്ടുക, ഇല്ലെങ്കിൽ ഫിദിയ കൊടുക്കുക, പ്രായശ്ചിത്തം ചെയ്യുക എന്നർത്ഥം. ഇപ്പൊ 10 ദിവസം ബോധമില്ലാതെ കടന്നു, 11ാമത്തെ ദിവസം ബോധം തെളിഞ്ഞാൽ ഈ 10 ദിവസത്തെയും നോമ്പ് അയാൾക്ക് നോക്കാൻ കഴിയുമെങ്കിൽ നോൽക്കണം, ഇല്ലെങ്കിൽ പ്രായശ്ചിത്തം കൊടുത്താൽ മതി എന്നുള്ളതാണ്. ഇനി നോമ്പ് കാലത്ത് ഒരാൾ മരണപ്പെട്ടു പോയി, രോഗിയായി കടന്നു, അബോധാവസ്ഥയിലല്ല ബോധാവസ്ഥയിൽ തന്നെ കടക്കുന്നത്, പക്ഷെ നോമ്പെടുക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒരാള് ആ രോഗത്തോടുകൂടി മരണപ്പെട്ടു പോയാൽ അയാളുടെ വിധി എന്താണ് എന്നുള്ളതാണ് ഇമാം ബുഖാരി ആയിഷ ബീവിയിൽ ഉദ്ധരിക്കുന്ന സഹീഹായ ഒരു ഹദീസിൽ പറയുകയാണ്, ഖാലത്ത് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹു റസൂൽ പറഞ്ഞു, മൻ മാത വഅലൈഹി സിയാമുൻ സാമ അൻഹു വലിയുഹു. നോമ്പ് നിർബന്ധമായ ഒരു അവസ്ഥയിൽ ഒരു രോഗിയാണെങ്കിലും അയാൾ മരണപ്പെട്ടു പോവുകയാണ് എങ്കിൽ അയാളുടെ ഉത്തരവാദിത്വമുള്ള ആളുകൾ നോമ്പ് നോറ്റ് വീട്ടണം. ഇപ്പൊ വാപ്പ മരിച്ചു, രോഗിയായിക്കൊണ്ട് റമദാനിൽ 15 മരിച്ചെന്ന് വിചാരിക്കുക. ആ 15 ദിവസത്തെ നോമ്പ് കുടുംബക്കാർ, മക്കളോ ഭാര്യയോ ആരെങ്കിലും ഒക്കെ നോറ്റ് വീട്ടണം. അത് ഉമ്മ മരിച്ചാൽ വാപ്പയാണോ മക്കളാണോ ആരെങ്കിലും നോറ്റ് വീട്ടണം. മക്കളാ മരിച്ചെങ്കിൽ ഉമ്മയോ വാപ്പയോ വേണ്ടപ്പെട്ടവർ എടുത്തു വീട്ടണം എന്നർത്ഥം. അത് ആരോഗ്യമുള്ള മക്കളുണ്ട് എങ്കിൽ അവർ നോറ്റ് വീട്ടലാണ് ഖൈർ, ഉത്തമം എന്നർത്ഥം. ഇനി ക്ലേശകരമായ ജോലി ചെയ്യുന്നവർക്ക് നോമ്പ് നോൽക്കണോ? കാരണം ചൂട് കാലൊക്കെ ആകുമ്പോൾ ആളുകൾ ചിന്തിക്കുന്ന ഒരു വിഷയമാണ്, എന്ത്, എനിക്ക് നോമ്പ് നോൽക്കാൻ കഴിയില്ല, കാരണം എന്റെ ജോലി അങ്ങനെയാണ് എന്നൊക്കെ പറയുക ആളുകൾ. അവിടെ എന്താണ് അവരെ കുറിച്ച് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഐക്യത്തോടുകൂടി പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. ജോലിക്ക് വേണ്ടി നോമ്പ് ഉപേക്ഷിക്കൽ അനുവദനീയമല്ല, നിഷിദ്ധമാണ്. കാരണം എന്തേ? അത് ഇസ്ലാം കാര്യങ്ങളിൽ 5 എണ്ണത്തിൽ ഒന്നാണ്. ഷഹാദത്ത് കലിമ,
ചെല്ലുക, നമസ്കരിക്കുക, സക്കാത്ത് കൊടുക്കുക, നോമ്പെടുക്കുക, ഹജ്ജ് ചെയ്യുക. ഇത് എന്തില്ല, നമുക്ക് മാറ്റിവെക്കാൻ പാടുള്ളതല്ല എന്നർത്ഥം. അത് പഞ്ചസ്തംഭങ്ങളിൽ ഒന്നിനെ നമ്മുടെ സൗകര്യത്തിന് മാറ്റി നിർത്തിയാൽ പിന്നെ സംഭവിക്കുന്നത് അവൻ മുർത്തദ്ദാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. മുർത്തദ്ദായി കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല, പിന്നെ അവന്റെ കർമ്മങ്ങളൊക്കെ പോയി. പിന്നെ ആദ്യ ഷഹാദത്ത് കലിമ ചൊല്ലി, തൗബ ചൊല്ലി, ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമാകട്ടെ ഗതികേടിലാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് നോമ്പും ചോദ്യം ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയാത്തവർ നോമ്പെടുക്കാൻ വേണ്ടി ലീവ് എടുക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത്. നോമ്പെടുക്കാൻ വേണ്ടി ലീവ് എടുക്കണം എന്നാണ്. അതുകൊണ്ട് എന്ത് വേണം, നോമ്പിനെ അതിൻ്റെതായ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതൊക്കെ നമ്മൾക്ക് അറിയിച്ചു എന്താണ്, നോമ്പിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ആ നോമ്പിന്റെ ഗൗരവമാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇനി നോക്കാം, നോമ്പ് നോറ്റ് വീട്ടാൻ കഴിയാത്ത ആളുകള് പ്രായശ്ചിത്തം നൽകണമെന്ന് പറയല്ലോ. ഒരു നേരത്തെ നോമ്പിന് പകരമായിക്കൊണ്ട് ഒരു സാധുവിനാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു. അത് അർഹതപ്പെട്ട സാധുവിനെ തന്നെ, മിസ്കീനെ തന്നെ നോക്കി കൊടുക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് എന്നുള്ള കാര്യം കൂടി പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി നോമ്പിന്റെ പകലിൽ ശാരീരികമായ ബന്ധത്തിൽ, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നുള്ളതാണ്. കാരണം മനുഷ്യ സഹജമായിക്കൊണ്ട് സംഭവിക്കാൻ സാധ്യത ഉള്ളതാണ്. ഹലാലാണ്, ഹറാമല്ല. പക്ഷെ ഹലാലാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ ഹലാൽ നമുക്ക് ഹറാമാകുന്ന രംഗങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇഹ്റാമിൽ നിന്ന് വിരമിക്കുന്നത് വരേക്കും നമുക്ക് ഹലാലായ പല കാര്യങ്ങളും ഹറാമാണ്. ചെയ്തു പോയാൽ നമ്മൾ ഇസ്ലാമിന്റെ പുറത്താണ്, വധശിക്ഷ വരെ കിട്ടുന്നതാണ്. ഭാര്യ ഭർത്തൃ ബന്ധം ഇഹ്റാമിൽ പ്രവേശിച്ച ഒരാൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇസ്ലാമിക നിയമപ്രകാരം വധശിക്ഷയാണ്. അവർ ഹലാലായതല്ലേ ചെയ്തി എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വിട്ടുവീഴ്ചല്ല. അവിടെ അള്ളാഹ് ഹറാമാക്കിയതാണ്, പാടില്ല എന്ന് പറഞ്ഞതാണ്. അപ്പൊ എന്ന പോലെ റമദാനിന്റെ പകലിൽ ഞാൻ അറിവില്ലാത്തവനാണ്, ഇവിടെ അത് ബാധകമല്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അറിവുള്ളവനാണോ അറിവില്ലാത്തവനാണോ എന്നത് ഇവിടെ വിഷയമല്ല, എല്ലാവർക്കും നിയമം ഒന്നാണ് എന്നാണ് പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നത്. ഹദീസ് സുദീർഘമാണ്, ഞാനിത് ആശയം പറഞ്ഞു പോകാം. അബൂ ഹുറൈറയിൽ നിന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസാണിത്. അബൂ ഹുറൈറ പറയുകയാണ്, ഞങ്ങളെല്ലാവരും അതുപോലെ ഇങ്ങനെ മജ്ലിസിൽ പ്രവാചകന്റെ മദീന പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുക. ആ സന്ദർഭത്തിൽ ഒരു മനുഷ്യന്റെ പള്ളിയിലേക്ക് കടന്നു വന്നു. ആ കടന്നു വന്നുകൊണ്ട് ആ മനുഷ്യൻ പറയണ, നബിയെ ഹലക്തു, ഞാൻ നശിച്ചു നബിയെ പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്ത് പറ്റി നിനക്ക്, നീ നശിക്കാൻ നിനക്ക് എന്ത് പറ്റി? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനും എന്റെ ഭാര്യയും തമ്മിൽ റമദാനിന്റെ പകലിൽ ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെട്ടു പോയി നബിയെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് 3 ചോദ്യമാണ് ചോദിച്ചത്. എന്താണ് 3 ചോദ്യം നോക്കാം. ഹൽ തജിദു റഖബത്തുൻ തുഅതിഖുഹ, ഒരടിമയെ മോചിപ്പിക്കാൻ താങ്കൾക്ക് കഴിയുമോ ചോദിച്ചു. ഒരടിമയെ മോചിപ്പിക്കാൻ താങ്കൾക്ക് കഴിയുമോ? അപ്പൊ ഈ സഹാബി പറഞ്ഞു, എനിക്ക് കഴിയില്ല നബിയെ, കാരണം ആള് മിസ്കീനാണ്. അപ്പൊ രണ്ടാമത്തെ ഒരു ചോദ്യം ചോദിച്ചു, ഫഹൽ തസ്തതിഉ അൻ തസൂമ ശഹ്റൈനി മുതതാബിഅതൈനി, 2 മാസം തുടർച്ചയായി നോമ്പ് നൽകാൻ കഴിയുമോ? ഒരു ദിവസം റമദാനിന്റെ പകലിൽ നോമ്പുകാരനായി ശാരീരികമായി ബന്ധത്തിൽ ഏർപ്പെട്ട ആളോട് റസൂലുള്ളാഹി ചോദിച്ചത്, 2 മാസം തുടർച്ചയായി നോമ്പ് നൽകാൻ കഴിയുമോ? സഹാബിയുടെ മറുപടി, ഇല്ല, എനിക്ക് കഴിയില്ല നബിയെ പറഞ്ഞു. മൂന്നാമത്തെ ഒരു ചോദ്യം, ഹൽ തജിദു ഇത്ആമു 60 മിസ്കീന, 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ നിന്നെ കൊണ്ട് കഴിയുമോ 2 മാസത്തിന് പ്രായശ്ചിത്തമായിക്കോട്ടെ? അപ്പോഴും ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് കഴിയില്ല നബിയെ, 60 ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള വകുപ്പൊന്നും എനിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്പസമയം നിശബ്ദനായിരുന്നു. വീട്ടിലേക്ക് പോയി വലിയ ഒരു കൊട്ട, അഥവാ 2 കൊട്ട ഈത്തപ്പഴം നിറച്ചുകൊണ്ടുള്ള ഒരു കൊട്ട അദ്ദേഹം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. കാരണം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കുമാണല്ലോ. അത് കൊണ്ടത് ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് കൊടുത്തതാ. ഇത് പോയിട്ട് മദീനയിലുള്ള മിസ്കീന്മാർക്ക് നീ വിതരണം ചെയ്യണം എന്ന് പറഞ്ഞു. 60 മിസ്കീന്മാർക്ക് വിതരണം ചെയ്യണം പറഞ്ഞു. അപ്പൊ ഈ സഹാബി ചോദിക്കുകയാണ്, നബിയെ ബൈനൽ ലാബത്തൈനി, അഥവാ മദീനയുടെ അതിരുകളാണ് ലാബത്തൈനി, ഹറത്തൈനി, ഇവിടെ 2 സ്ഥലങ്ങളുണ്ട്. കറുത്ത കല്ലുകൾ അവസാനിക്കുന്ന ഭാഗം, അതുവരെയാണ് മദീനയുടെ ഹറമിന്റെ പരിധി.
ഈ രണ്ട് പരിധിക്കുള്ളില് എവിടെയാണ് നബി എന്നെക്കാളും വലിയ മിസ്കീനുള്ളത് ചോദിച്ചു. അത്രയും മിസ്കീനാണ് അദ്ദേഹം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അണപ്പല്ല് കാണുമ്പോൾ നബിയോട് ചിരിച്ചിട്ട് പറഞ്ഞു, നീയും നിന്റെ കുടുംബവും അത് ഉപയോഗിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഒന്ന് അദ്ദീനി യുസ്ർ, മതം ലളിതം എന്നുള്ളതാണ്. അയാൾ മിസ്കീനായി എന്നുള്ളത് കൊണ്ട് അയാൾക്ക് വിട്ടുവീഴ്ചയില്ല, പ്രായശ്ചിത്തം ചെയ്യാനുള്ള പരിഹാരം റസൂലുള്ളാഹി കാണിച്ചു കൊടുത്തു. പക്ഷെ അപ്പുറം അയാൾക്ക് വിട്ടുവീഴ്ച ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അയാൾക്ക് കഴിവില്ലെങ്കിൽ അയാൾക്ക് സ്വയം പരിഹാരം കാണാൻ കുടുംബത്തിന് കൊടുക്കരുത്, പ്രായശ്ചിത്തമായിക്കൊണ്ടും ദീന് സ്വീകരിക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു വശം ഇവിടെയുള്ളത്. അപ്പൊ ഏതായാലും ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നത് 5 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, അയാൾ ഒരു വലിയ തെറ്റാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. 2, ബാക്കിയുള്ള സമയം അയാൾ നോമ്പുകാരൻ തന്നെ തുടരണം. നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അയാൾക്ക് നോമ്പില്ല, പക്ഷെ നോമ്പുകാരനായി തുടരണം. ആ നോമ്പിന്റെ മഹത്വം കണക്കിലെടുത്തുകൊണ്ട് അയാൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല, അത് മഗ്രിബിന്റെ സമയത്തെ കഴിക്കാൻ പാടുള്ളൂ. 3ാമതായിക്കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് അയാളുടെ നോമ്പ് നഷ്ടമായിക്കൊണ്ട് 4ാമതായിക്കൊണ്ട് പകരം അയാൾ വീട്ടണം. 5ാമത് അയാൾ ദണ്ഡം കൊടുക്കണം, പ്രായശ്ചിത്തം ചെയ്യണം, ഫിദിയ കൊടുക്കണം എന്നർത്ഥം. അപ്പോ റമളാനിന്റെ പകലിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി നമ്മുടെ നോമ്പിനെ മുഴുവനും ബാത്തിലാക്കുന്ന മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. നാവിനെ നമ്മൾ സൂക്ഷിക്കണം എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. മിനൽ കദിബി വൽ ഗീബതി വൻ നമീമതി വശത്നി വൽ ഫഹ്ശി, 5 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, കദിബ്, നുണ പറയുക. നുണ പറയുന്നത് വല്ലാത്ത വിപത്താണ്, അപകടമാണ് എന്നുള്ളതാണ്. എന്തിനു നുണ പറയാൻ നമുക്ക് നുണ പറയേണ്ട ആവശ്യം എന്താണ്? അധികം വർത്താനം പറയുന്നവരാണ് നുണ കടന്നു വരിക. ആവശ്യത്തിന് വർത്താനം പറയുക, ആവശ്യമില്ലാത്തവിടെ വർത്താനം നിർത്തുക അവിടെ. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. നുണ നമ്മുടെ നോമ്പിനെ ബാത്തിലാക്കും. മറ്റൊരാളുടെ അസാന്നിധ്യത്തിൽ അയാളുടെ പോരായ്മ നമ്മൾ പറയുക. വന്നമീമ, ഇല്ലാത്തത് പറയുക. ഇതൊക്കെ നമ്മുടെ നോമ്പിനെ ബാത്തിലാക്കും. വശത്തുമ്, മറ്റൊരാളെ ചീത്ത പറയുക, ആക്ഷേപിക്കുക. വൽ ഫഹ്ശ്, മോശമായ പ്രവർത്തനങ്ങൾ. ലിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂൽ പറയുകയാണ്, മൻ ലം യദ്ഉ ഖൗലസ്സൂർ, ആരെങ്കിലും ഖൗലസ്സൂർ ഒഴിവാക്കിയിട്ടില്ല എങ്കിൽ, വൽ അമല ബിഹി വൽ ജഹ്ല്, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും വിവരം കെട്ട പ്രവർത്തികളും ഒഴിവാക്കിയിട്ടില്ല എങ്കിൽ, ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബഹു, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. അയാൾ പട്ടിണി കടന്നു എന്നുള്ളതല്ലാതെ അല്ലാഹുവിന് അവന്റെ ഇബാദത്ത് ആവശ്യമില്ല എന്നാ പറഞ്ഞത്. അപ്പൊ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ പ്രവർത്തികൾ കൊണ്ട്, നമ്മുടെ അശ്രദ്ധ, ജഹാലത്തുന്ന പണ്ഡിതന്മാര് കൊണ്ട്, അശ്രദ്ധ കൊണ്ട് ഇബാദത്ത് ബാത്തിലാകാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ ഭിത്തിയിൽ ഇങ്ങനെ ചാരി ഇരിക്കുകയാണ് വിശ്രമിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ സഹാബത്തിനോട് പറയുകയാണ്, അലാ ഉഖ്ബിറുക്കും ബി അക്ബറിൽ കബായിർ, വൻ പാപങ്ങൾ ഏതൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? സഹാബത്ത് പറയുകയാണ്, ബലാ യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലെ പറഞ്ഞു തന്നാലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹു റസൂൽ പറഞ്ഞത്, ഒന്ന് അൽ ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കല്. ഞാൻ വിശദീകരിക്കുന്നില്ല. വ ഉഖൂഖുൽ വാലിദൈനി, ബാപ്പാനോടും ഉമ്മാനോടും അനുസരണക്കേട് കാണിക്കുക എന്നർത്ഥം. ഇതൊക്കെ അല്ലാഹു പൊറുക്കാത്ത വൻ പാപങ്ങളാണ് എന്നുള്ളതാണ്. എന്നിട്ട് മറ്റൊരു റിപ്പോർട്ടിൽ പറയാണ്, വകാന മുത്തഖിഅൻ ഫജലസ, ആ ചാരിയിരിക്കുന്നവർ നിങ്ങൾ നിവർത്തിയിരുന്നു റസൂലുള്ളാഹ്. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, അലാ വഖൗലുസ്സൂർ, ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു പ്രവാചകൻ. അപ്പോ സഹാബത്ത് പറയുകയാണ്, ഹത്താ ഖുൽന ലൈതഹു സകത, നബി ഒന്നും മിണ്ടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. കാരണം ഇത് പറയുമ്പോൾ നബിന്റെ മുഖം ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നു. എന്താണ് ഈ ഖൗലുസ്സൂർ? ആ ഖൗലുസ്സൂറാണ് നേരത്തെ പറഞ്ഞ 5 കാര്യങ്ങൾ എന്നുള്ളതാണ്. 5 കാര്യങ്ങൾ, അതാണ് ഖൗലുസ്സൂർ. നുണ പറയുക, മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറയുക, ഗീബത്തും നമീമത്തും പറയുക, മറ്റുള്ളവരെ ചീത്ത പറയുക, മറ്റുള്ളവരോട് ദേഷ്യപ്പെടുക, മോശമായ വാക്കുകൾ ഉപയോഗിക്കുക, കള്ളസാക്ഷി നിൽക്കുക, അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും
അതിനൊക്കെ ഖൗലുസ്സൂർ എന്ന് പറയും എന്നുള്ളതാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ പറയാണ്, ഇദാ അറാദല്ലാഹു ബി അബ്ദിൻ ഖൈറ. ഇത് വല്ലാതെ മനസ്സിന് സ്വാധീനിച്ച ഒരു ഹദീസ് കൂടിയായിരുന്നു. ഷെയ്ഖ് അൽബാനി ഈ ഹദീസ് സഹീഹാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇദാ അറാദല്ലാഹു ബി അബ്ദിൻ ഖൈറ, അല്ലാഹ് ഒരാൾക്ക് ഒരു ഖൈർ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അവന് അള്ളാഹുടെ ശരിക്കും ഉപയോഗിക്കുന്നതാണ്. വല്ലാത്തൊരു ഹദീസ് കേട്ടോ. എനിക്ക് വല്ലാതെ സ്വാധീനിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ സ്വാധീനിക്കുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും റസൂൽ പറയാണ്, അള്ളാഹ് ഒരാൾക്ക് ഒരു ഖൈർ കൊടുക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് അവനോട് ഉപയോഗിക്കുന്ന പറഞ്ഞത്. ഫഖീല കൈഫ യസ്തഅമിലുഹു യാ റസൂലുള്ളാഹ്. സഹാബത്ത് ചോദിക്കുകയാണ്, റസൂലേ എങ്ങനെയായിരിക്കും അള്ളാഹ് ആ മനുഷ്യനെ ഉപയോഗിക്കുക? അപ്പൊ റസൂൽ പറയുകയാണ്, മരിക്കുന്നതിന് മുമ്പ് നല്ല കർമ്മങ്ങളൊക്കെ ചെയ്യാൻ അയാൾ അള്ളാഹ് സഹായിക്കുന്നു. സുബ്ഹാനല്ലാഹ്. നല്ല കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു അവനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. വല്ലാത്തൊരു ഹദീസായിട്ട് എനിക്കിത് അനുഭവപ്പെടുന്നത്. കാരണം നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള സന്മനസ് വരുന്നുണ്ടോ, അള്ളാഹ് നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. അള്ളാഹ് ഇതുപോലെ പറഞ്ഞ വേറെ സംഭവം ഏതാണെന്നറിയോ? ഒരാൾക്ക് സ്വാലിഹത്തായ ഒരു ഇണയെ അള്ളാഹു കൊടുത്തു കഴിഞ്ഞാൽ ദീനിന്റെ പകുതി ഭാഗം പൂർത്തീകരിക്കാൻ അള്ളാഹ് അവനെ സഹായിച്ചു എന്ന് പറഞ്ഞത്. അള്ളാഹ് അവനെ സഹായിച്ചു എന്നാണ്. അപ്പൊ ഇതുപോലെ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള സന്മനസ് വരുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ഒരു ആത്മപരിശോധന നടത്തിയാൽ മതി. ഇനി അനസ് റളിയല്ലാഹു അൻഹു എന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. അല്ലാഹു റസൂൽ പറയുകയാണ്, മൻ കാനത്തിൽ ആഖിറത്തു ഹമ്മുഹു ജഅലല്ലാഹു ഇനാഹു ഫീ ഖൽബിഹി. ഒരാളുടെ ലക്ഷ്യം പരലോകമാണ് എങ്കിൽ അവന്റെ ഹൃദയം എന്നും ധന്യമായിരിക്കുന്ന, ഇല്ലുള്ള പാട്ട് പാടൂല എന്നർത്ഥം. ഇല്ലായ്മയും എല്ലായ്മയും അവനെന്തില്ല, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന് തടസ്സാവൂല എന്നർത്ഥം. അവന്റെ മനസ്സൊന്നും നിറഞ്ഞതായിരിക്കും. ഇത് ഈ ഹദീസ് പറയുമ്പോ ഓർമ്മ വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, എല്ലാരും ധർമ്മം ചെയ്തോളെയും പറഞ്ഞു. അപ്പൊ ഒരു സഹാബിക്ക് കയ്യില്ല, ഒരു കയ്യില്ല, കാലും ഒന്നില്ല, വല്ലാത്ത പ്രയാസത്തിലാണ്, പട്ടേ മിസ്കീനാണ് അദ്ദേഹം. അപ്പൊ ഈ സഹാബിയും ഇത് കേട്ടു. എല്ലാവരും പോയി അവരുടെ കയ്യിലുള്ളതൊക്കെ ധർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലര് ഒരു പിടി കാരക്ക ഉണ്ടായിരുന്നു, അതുകൊണ്ട് ധർമ്മം ചെയ്തു. അങ്ങനെ ഓരോ ഇദ്ദേഹത്തിനകത്ത് ഒന്നുമില്ല. അപ്പൊ ഇദ്ദേഹം വളരെ അവസാനമായിക്കൊണ്ട് റസൂലുള്ളാഹിന്റെ മജ്‌ലിസിൽ ഇറങ്ങിപ്പോവുക, പ്രയാസപ്പെട്ടുകൊണ്ട്. കാരണം കയ്യുമില്ല കാടില്ലാത്ത ഒരു മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഈ മനുഷ്യൻ ഇങ്ങനെ പോയിട്ട് ഒരു ജൂതന്റെ അടുക്കൽ ചെന്നോട് ചോദിക്കുകയായിരുന്നു, എനിക്കൊരു ജോലി തരുമോ എന്ന് ചോദിച്ചു. നിനക്ക് എന്ത് ജോലി തരാനാണ്? എന്നോട് കയ്യില്ല, ഒരു കയ്യില്ല, ഒരു കാലുമില്ല, നീ എന്ത് പണിയെടുക്കും? നിങ്ങളുടെ ഈത്തപ്പനം ഞാൻ നനച്ചു തരാം, ആ ഒരു ജോലി എന്നെ ഏൽപ്പിച്ചാൽ മതിയോ പറഞ്ഞു. അപ്പൊ ഈ ജൂതൻ എന്ത് ചെയ്തു? ഇയാൾ എങ്ങനെ ഈത്തപ്പനം നനയ്ക്കും? അത് ഞാൻ നനച്ചോളാം. ഇയാൾ മാറിപ്പോയി, ജൂതൻ അവിടുന്ന് മാറിപ്പോയി, ജോലി ഏൽപ്പിക്കുകയും ചെയ്തു. ഇയാൾ എങ്ങനെ നനയ്ക്കുമെന്ന് അറിയാൻ വേണ്ടി കുറെ നേരം കഴിഞ്ഞ് ജൂതൻ അവിടേക്ക് വന്നു. ആ ജൂതൻ അവിടെ വന്ന് നോക്കിയപ്പോ ആ കിണറ്റിന്റെ പക്കത്തൊക്കെ ചോര കാണുന്നു. ഇയാളെ കാണാനുമില്ല. പടച്ചോനെ എവിടെ പോയി മനുഷ്യൻ എന്ന് പറഞ്ഞ ജൂതൻ ഇങ്ങനെ തരയത്. അപ്പോട്ട് മറ്റൊരു മരത്തിന്റെ ചുവട്ടിൽ അവശനായിക്കൊണ്ടിരിക്കുക. വായു ഇങ്ങനെ ചോര വരുന്ന ഇയാളുടെ. എന്ത് പറ്റി നിങ്ങൾക്ക് ചോദിച്ചു? ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ ചോര അതെന്റെ വായുന്ന് വന്ന ചോരയാ. എങ്ങനെ വന്നു? അപ്പൊ ഒരു കൈയോട്ട് കയർ പിടിച്ചു വലിച്ച് വായ കൊണ്ട് കടിച്ചു പിടിക്കും. ഇങ്ങനെ ഈ വെള്ളം കോരിക്കാണ് ഇതൊക്കെ നനച്ചത്. അപ്പൊ ഈ ജൂതൻ പറഞ്ഞു, നീ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ടത്? നിനക്ക് വല്ലത് ആവശ്യമുണ്ടെങ്കിൽ എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ തരുമായിരുന്നല്ലോ. അല്ല, ഞങ്ങളുടെ റസൂല് പറഞ്ഞിട്ടുണ്ട് സദക്ക ചെയ്യാന്. എന്റെ അടുത്ത് ഒന്നുമില്ല, ആ സദക്കയ്ക്ക് വേണ്ടി ഞാൻ പണിയെടുത്തതാണെന്നാ പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്ക്, അവിടെ ഈമാന്. എന്റെ അടുത്ത ക്ലാസ്സിനാണ് എന്താണ് ഈമാന്. കാരണം നമുക്ക് ഈ റമദാനില് നേടിയെടുക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ആ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് തഖ്വയും ഒന്ന് ഈമാനുമാണ്. തഖ്വയെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് കുത്തുകളിലൂടെ കേൾക്കാൻ പറ്റും, ക്ലാസ്സുകളിലൂടെ കേൾക്കാൻ പറ്റും. എന്താണ് ഈമാൻ? ഈമാൻ ഉണ്ടെങ്കിൽ എന്തായിരിക്കും അതിന്റെ അടയാളങ്ങൾ എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കണം. പക്ഷെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പൊ ഈ ഹദീസിൽ പറയുന്നത് ദുനിയാവിലെ ജീവിതം മുഴുവൻ പരലോകത്തിന് തയ്യാറാക്കാൻ അള്ളാഹുവിന് എളുപ്പമാക്കി കൊടുക്കുകയും ചെയ്യും.
ഇനി ഒരുത്തന്റെ ലക്ഷ്യം ദുനിയാവാണ്, ഇവിടെ കുറെ സമ്പാദിച്ചു കൂട്ടണം, എന്നിട്ട് അവർക്ക് ഇഷ്ടം പോലെ ജീവിക്കണം, അങ്ങനത്തെ ലക്ഷ്യമാണ് എങ്കിൽ ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈഹി, എന്നും അവന്റെ മുമ്പിൽ ദാരിദ്ര്യം തന്നെയായിരിക്കുന്ന. എന്ത് കിട്ടിയാലും നമ്മൾ പറയലേ, കണ്ണ് നിറഞ്ഞാല് കൽബ് നിറയാത്ത മനുഷ്യന്മാര് എന്ന് പറയില്ലേ, ഈ ഒരു അവസ്ഥയിലായിരിക്കും ആ മനുഷ്യന്മാരുടെ ജീവിതം. മാത്രമല്ല ഇമാം തുർമുദി ഉദ്ധരിച്ച ഹദീസാണ്. ഈ ഹദീസ് സഹീഹാണ് എന്ന് ശൈഖ് അൽബാനി പറഞ്ഞിട്ടുണ്ട്. അവന്റെ കാര്യങ്ങൾ മുഴുവനും ചിന്ന ഭിന്നമായിരിക്കും. ഒന്ന് ചെയ്യുമ്പോ മറ്റൊരു ഇടങ്ങറ്, അത് ചെയ്യുമ്പോ വേറെ ഇടങ്ങറ്, ആകെ കൂടി ചക്കി ചാറും കുഴച്ച ജീവിതത്തിലായിരിക്കും. ധാരാളം ഉണ്ട് എന്ന ഒന്നുമില്ല, ഈ ഒരു അവസ്ഥയിലായിരിക്കും. മാത്രമല്ല അള്ളാഹു അവന് കണക്കാക്കിയതിന്റെ അപ്പുറം അവന് കിട്ടുകയും ഇല്ല. എന്തായിരുന്നു കാരണം? ലക്ഷ്യം ദുനിയാവെന്ന അർത്ഥം. പടച്ചവൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മനുഷ്യരാണ്, മനുഷ്യ സഹജമായ വീഴ്ചകൾ ധാരാളം ഉണ്ടായിരിക്കും. ആരും മലക്കുകളല്ല, അല്ലെ? കുല്ലു ബനി ആദം ഖത്താഉൻ ഖൈറുൽ ഖത്താഇന അത്തവാബൂൻ. മനുഷ്യരൊക്കെയും തെറ്റ് ചെയ്യുന്നവരാണ്, തെറ്റ് സംഭവിക്കുന്നവരാണ്. അതിലുത്തമ വ്യക്തിത്വങ്ങൾ പരിഹാരം കാണുന്നവരാണ്, തൗബ ചെല്ലുന്നവരാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം നല്ല മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നമ്മളിൽ എല്ലാവരെയും, നമ്മുടെ വന്യരായ മാതാപിതാക്കളെയും കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും മുസ്ലിം ഉമ്മത്തിനെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, പാപികളാകുന്ന ദോഷികളാകുന്ന ഞങ്ങളുടെ ജീവിതത്തിലെ സകലമായ പാപത്തിന്റെ കറകളും ഈ റമദാൻ കഴിയുന്നതോടുകൂടി ഞങ്ങൾക്ക് നീ മാപ്പ് നൽകി നീ ഇഷ്ടപ്പെട്ട മുഖങ്ങളായി ഞങ്ങളെ നീ സ്വീകരിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും പരാജയം കണ്ട് സന്തോഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവർ ആരായിരുന്നാലും ഒരാൾക്കും സന്തോഷിക്കുവാനുള്ള അളവ് അപമാനമോ പരാജയമോ ഈ ഉമ്മത്തിൽ വർഷിക്കാതെ നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിലും കുടുംബത്തിലും ഈ ഉമ്മത്തിലും രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് റബ്ബേ. എല്ലാവരുടെ രോഗങ്ങൾക്കും നിന്റെ കാരുണ്യം കൊണ്ടും ഞങ്ങളുടെ എളിയ പ്രാർത്ഥന ഫലമായി ശിഫ നൽകി സിഹത്തും ആഫിയത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് എന്നതുപോലെ ഞങ്ങളുടെ മക്കൾക്കും സ്വന്തമാർന്നൊരു ജീവിതം നിന്റെ ദാനമായി ഞങ്ങളുടെ എളിയ പ്രാർത്ഥന ഫലമായി നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, നാളത്തെ പരലോക ജീവിതത്തിലേക്ക് വേണ്ട വിഭവങ്ങൾ തയ്യാറാക്കാനുള്ള താൽക്കാലികമായ ഈ ദുനിയാവ് ഏറ്റവും നല്ല വിഭവങ്ങൾ തയ്യാറാക്കി അഭിമാനത്തോടുകൂടി നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുവാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, പാപികളാകുന്ന ദോഷികളാകുന്ന ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വീഴ്ചകളും ഞങ്ങൾക്ക് പരിഹരിച്ചു തരികയും ഞങ്ങളുടെ ഇബാദത്തുകളിൽ ഫർദിലും സുന്നത്തിലുമായ എല്ലാ ഇബാദത്തുകളിലും വന്നു പോയിട്ടുള്ള എല്ലാ വീഴ്ചകളും നിന്റെ കാരുണ്യം കൊണ്ട് പരിഹരിച്ച് ഞങ്ങളിൽ നിന്ന് പരിഗണിക്കണമേ റബ്ബേ. അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ. اللهم إنا نسألك من خير ما سألك منه نبيك محمد صلى الله عليه وسلم ونعوذ بك من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم. أنت المستعان وعليك البلاغ ولا حول ولا قوة إلا بالله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. آمين 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 برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.